അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും, ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും, ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന വാക്യത്തെ ആസ്പദമാക്കി നാം കഴിഞ്ഞ അവസരങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൽ ഉയർക്കാം. ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളവർ, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും വിശുദ്ധന്മാരുടെ നിരയിൽ. ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും വിശുദ്ധന്മാരുടെ നിരയിൽ. നാം ക്രിസ്തുവിനുള്ളവരായിരിക്കണം, ക്രിസ്തുവിലുള്ളവരായിരിക്കണം, ക്രിസ്തുവിന് ഉള്ളവരായിരിക്കണം, യേശുക്രിസ്തുവിൻ്റെ വകയായിരിക്കണം. ക്രിസ്തുവിൻ്റെ വക, ക്രിസ്തുവിൻ്റെ സ്വത്ത്, ക്രിസ്തുവിൻ്റെ സ്വന്തം. ഈ ഒരു ഉന്നതമായ അനുഭവമാണ് ദൈവം നമുക്ക് ദാനമായി തരുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു വലിയ പദവി എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നതെന്ന്? നിത്യതയിലേക്ക് ചെല്ലുമ്പോഴാണ് നാം ഇതെല്ലാം അറിയുന്നത്. നമുക്കെന്താണ് പദവി കിട്ടാൻ പോകുന്നത്,
നമ്മുടെ നില എവിടെയായിരിക്കും? എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യങ്ങൾ? മരണം കഴിഞ്ഞ് നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം നാം കാണും, നാം അത്ഭുത പരതന്ത്രരായി തീരും, അതിശയിച്ചു പോകും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല, ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുപോലുള്ള മഹാസൗഭാഗ്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഇതൊന്നും വെറുതെ കേട്ടുപോകേണ്ട കാര്യങ്ങളല്ല, നാം അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് വേറൊരാൾ ചോദിച്ചത് ഇങ്ങനെയാണ്: ദൈവവുമായി നിരപ്പായിട്ടാണോ കടന്നു പോകുന്നത്? ദൈവമായിട്ട് നിരപ്പായിട്ടാണോ കടന്നു പോകുന്നത്? ഉടനെ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, മരിക്കാൻ കിടക്കുന്ന ആൾ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതായി എനിക്കൊരു ഓർമ്മയുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതായി എനിക്കൊരു ഓർമ്മയുമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് നിരപ്പാണ്, ദൈവവുമായി നിരപ്പാണ് ഞാൻ, ദൈവവും ഞാനും തമ്മിൽ പിണങ്ങിയതായി എനിക്കൊരു ഓർമ്മയുമില്ലല്ലോ എന്ന്. അത്ര ദൃഢമായ ബോധ്യം, അത്ര ഉറപ്പേറിയ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ദൈവവുമായി നിരപ്പിലാണ്, നിരപ്പിൻ്റെ അനുഭവത്തിലാണ്, ദൈവവും ഞാനും ഒന്നാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി, ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ യേശുവിൻ്റെ സ്വത്താണ്, യേശുവിൻ്റെ സമ്പത്താണ് ഞാൻ. യേശു എന്നെ തൻ്റെ തിരുമാറിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്, യേശുവിൻ്റെ ഭവനത്തിൽ എന്നെ ചേർത്തിരിക്കുകയാണ്, ഞാൻ യേശുവിൻ്റെ സമ്പത്താണ്. ദൈവവുമായി നിരപ്പാണ്, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതായി എനിക്കൊരു ഓർമ്മയുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കേട്ടയാൾ അമ്പരപ്പോടെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഇദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് എത്ര മനോഹരമാണെന്ന്. വിശ്വാസത്തിൻ്റെ ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ വിശ്വാസം വേണം, ഈ ഒരു ഉറപ്പേറിയ നിർണ്ണയം വേണം. ദൈവവുമായി പിണങ്ങിയിട്ടില്ല, ദൈവം ദുഃഖിക്കുന്നൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, ഞാൻ മൂലം ആരും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ മൂലം ആർക്കും കണ്ണീരണിയേണ്ടി വന്നിട്ടില്ല, ഞാൻ മൂലം ആർക്കും ഒരു വേദന വന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ മൂലം ആർക്കും ഒരു ദുഃഖം വന്നിട്ടില്ല. ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. ഞാൻ മൂലം വേറെ ആൾക്ക് ദോഷം വന്നിട്ടില്ല. ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം വന്നാൽ അത് നമുക്ക് സഹിക്കുകയില്ല. കാരണം നാം എല്ലാവരെയും സ്നേഹിക്കുന്നു, കാരണം ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. എതിർക്കുന്നവരെയും ക്രിസ്തു സ്നേഹിക്കുന്നു, ദുഷ്ടന്മാരെയും ക്രിസ്തു സ്നേഹിക്കുന്നു, പാവികളെയും ക്രിസ്തു സ്നേഹിക്കുന്നു. ആർക്കെങ്കിലും ഒരു ദോഷം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനൊക്കുകയില്ല. കാരണം ക്രിസ്തു സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മിൽ തുടിക്കുന്നത്, നമ്മുടെ ഉള്ളത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ ഉൾത്തുടുപ്പുകളാണ് നമുക്കുള്ളത്, ക്രിസ്തുവിൻ്റെ ഉള്ളിൻ്റെ സ്പന്ദനങ്ങളാണ് നമുക്കുള്ളത്. നാം അതുകൊണ്ട് ദൈവവുമായി നിരപ്പായിരിക്കണം, ഒരിക്കലും അകന്നിരിക്കരുത്, ദൈവവുമായി നിരപ്പായിരിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് നാം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വരണം, ദൈവവുമായി നിരപ്പാകണം, ദൈവവുമായി ഐക്യമാകണം. ഏതെങ്കിലും കാര്യത്തിൽ ദൈവവുമായി നിരപ്പില്ലാതെ ദൈവവുമായി അകൽച്ചയിൽ കഴിയുന്നുണ്ടോ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും, ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടും. ഏതെങ്കിലും കാര്യത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ജീവിതത്തിലുള്ളത്. സംഭവബഹുലമായൊരു ജീവിതമല്ലേ നാം പിന്നിട്ടത്. ചിന്തിച്ച് നോക്കൂ, ഈ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രായത്തിൻ്റെ അളവിൽ വെച്ച് ചിന്തിച്ച് നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാം സംഭവങ്ങളിലൂടെ, സംഭവ പരമ്പരകളിലൂടെ നാം കടന്നു വന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നാം മൂലം ആർക്കെല്ലാം വേദന വന്നു പോയിട്ടുണ്ട്, ദുഃഖം വന്നിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്, ആരുടെയെല്ലാം ഉള്ളത്ത് നാം വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകും, മാതാപിതാക്കൾ നിങ്ങളെ നോക്കി നെടുവീർപ്പിട്ടുണ്ടാകും, മാതാപിതാക്കൾ ദൈവമേ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് നിങ്ങൾ നോക്കി കരഞ്ഞിട്ടുണ്ടാകും. കർത്താവേ എന്താണ് പോകാൻ വഴിയെന്നോർത്ത് നിങ്ങൾ നോക്കി മാതാപിതാക്കൾ വേദനിച്ചിട്ടുണ്ടാകും. ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ എത്രയെത്ര തെറ്റുകൾ നമുക്ക് തന്നുപോയിട്ടുണ്ട്. നമ്മുടെ സഹോദരവർഗം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ഒരു വീട്ടിൽ തന്നെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം മൂലം അല്ലെങ്കിൽ അവരുടെ കോപാക്രാന്തമായ പെരുമാറ്റം മൂലം ഭർത്താവ് എത്രമാത്രം വിങ്ങിക്കാണും, വേദനിച്ച് കാണും, വിഷമിച്ച് കാണും. ഭർത്താവിൻ്റെ ക്രൂരമായ സമീപനം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മർദ്ദന നയം കൊണ്ട്, നമ്മെ പീഡിപ്പിക്കുന്നത് കൊണ്ട് ഭാര്യമാരെത്രമാത്രം വേദനിച്ച് കാണും. പത്രത്തിൽ വായിച്ചു, ഒരു മനുഷ്യൻ എന്നും മദ്യപിച്ച് വന്ന് ഭാര്യയെ തല്ലുമായിരുന്നു എന്ന്. മദ്യപിച്ച് വന്ന് ഭാര്യയെ തല്ലുമായിരുന്നു പോലും. എന്തിനാ തല്ലുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, തല്ലുന്നു. അത് അവൻ്റെ അവകാശമാണ്. ഭാര്യ ഒരു അടിമയാണ്, തല്ലുകൊള്ളേണ്ട അടിമ. നാം വളർത്തുന്ന ഒരു കാളയെയോ അല്ലെങ്കിൽ പോത്തിനെയോ നാം തല്ലുന്നത് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പക്ഷേ തെറ്റ് ചെയ്തിട്ടാവണമെന്നില്ല, നാം തല്ലുന്നു എന്ന് പറഞ്ഞതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യം ഭാര്യയെ തല്ലുവാൻ. ഇതെല്ലാം ഈ വ്യവസ്ഥയെല്ലാം അത് മാറണ്ടേ? വാസ്തവത്തിൽ ഭാര്യയെ ഉപദ്രവിക്കുന്നു,
ഭാര്യയുടെ മൃദുലഹൃദയത്തെ വേദനിപ്പിക്കുന്നു, ഭാര്യയുടെ മൃദുലഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നു. തെറ്റാണതെല്ലാം. ഇതൊന്നും ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ ഒക്കുകയില്ല. ഒരു മരണമുണ്ടേ ഉണ്ട്, ഒരു മരണമുണ്ട്. ഒരു ദൈവരാജ്യമുണ്ട്, ഒരു മരണമുണ്ട്, ദൈവരാജ്യമുണ്ട്, ഒരു നരകവുമുണ്ട്. ഭാര്യയെ ഉപദ്രവിച്ചിട്ട് നരകത്തിൽ പോവുകയല്ലാതെ വേറെ പോംവഴിയൊന്നുമില്ല. ഒരു മനുഷ്യൻ ഭാര്യയെ കഠിനമായി മർദ്ദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ ഭാര്യ മരിച്ചു. നോക്കുമ്പോഴുണ്ട് ഭാര്യ കെട്ടിത്തൂങ്ങി കിടക്കുന്നു. അപ്പോൾ ആളുകൾ വിചാരിച്ചു കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന്, ആത്മഹത്യ ചെയ്തു എന്ന്. ഭർത്താവും പറഞ്ഞു ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹവും ഇത് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുത്തി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഡെഡ് ബോഡി അടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഒരു കൊച്ചുകുട്ടി, ഒരു പെൺകുട്ടി, 4 വയസ്സ് മറ്റേ ഉള്ളൂ. അവൾ ഉറക്കെ എല്ലാവരും കുറിച്ച് പറഞ്ഞു, അപ്പൻ എൻ്റെ അമ്മയെ തല്ലിക്കൊന്നതാണ്, അപ്പൻ എൻ്റെ അമ്മയെ തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്. അവൾ അങ്ങനെ കുട്ടി വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ആളുകൾ ബഹളം വെച്ചു. അവനെ തടഞ്ഞു നിർത്തി, അവനെ പോലീസിന് കൊടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിൽ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ക്രൂരനായി പോകുന്നു, മനുഷ്യൻ മൃഗമായി പോകുന്നു. മൃഗീയ സ്വഭാവം എത്രയോ ഭയാനകമാണിത്. ഒരിക്കലും നാം ഒരാളെ നൊമ്പരപ്പെടുത്തിക്കൂടാ. ശരീരത്തെ നൊമ്പരപ്പെടുത്തരുത്, മനസ്സിൽ നൊമ്പരപ്പെടുത്തരുത്. ദൈവമായി നിരപ്പാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ തോന്നുകയില്ല. ദൈവമായിട്ട് നിരപ്പാകേണ്ട ആവശ്യമുണ്ടെന്നൊരു ബോധ്യം വന്നാൽ ഒരിക്കലും വലുതായികൾ നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഒരു കാരണവശാലും ഭാര്യയെ നൊമ്പരപ്പെടുത്തരുത്, ഭർത്താവിനെ നൊമ്പരപ്പെടുത്തരുത്. നിങ്ങൾ മദ്യപിക്കരുത്. സ്നേഹിതരെ പറയട്ടെ, ഇന്ന് മദ്യം ഒരു ശാപമായി തീർന്നിരിക്കുന്നു. മദ്യം വിഷമാണ്. ഈ വിഷം കുടിച്ച് അനേകർ നശിക്കുന്നു. ഈ വിഷം ചെല്ലുമ്പോഴാണ് അനേകർ മൃഗങ്ങളായി തീരുന്നത്. മനുഷ്യൻ മൃഗമായി തീരുകയാണ്. മൃഗീയ വാസനകൾ ഉണർന്നു പൊങ്ങുന്നു. മൃഗീയമായ വാസനകൾ, മൃഗീയമായ ചിന്താഗതികൾ. മൃഗത്തിന് അമ്മയെന്നോ അല്ലെങ്കിൽ പെങ്ങളെന്നോ അല്ല ചേട്ടനെന്നോ വ്യത്യാസമില്ലല്ലോ. അമ്മയെന്നും വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസമില്ല. മൃഗമാണ്. എന്നതുപോലെ പ്രവർത്തിക്കുന്ന, എന്നതുപോലെ ചിന്തിക്കുന്ന, എന്നതുപോലെ പെരുമാറുന്ന അനേകം മൃഗീയ സ്വഭാവമുള്ള മനുഷ്യൻ മൃഗമായി പോകരുത്. മനുഷ്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ ഛായയിൽ നിർമ്മിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ സ്വരൂപമുള്ളവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി വളരേണ്ടവനാണ്. ദൈവത്തിന് സ്നേഹമുള്ളവനായി തീരേണ്ടതാണ്. സ്നേഹമായിരിക്കണം നമ്മിൽ നിന്ന് ബഹിർഗമിക്കുന്നത്. നമ്മിൽ നിന്ന് പുറത്തു വരുന്നത് സ്നേഹമായിരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ സ്നേഹം അലിഞ്ഞിരിക്കണം. മറ്റുള്ളവർ വേദനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം വിങ്ങണം. മറ്റുള്ളവർ ദുഃഖിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളം ദുഃഖിക്കണം. ആരുമാകട്ടെ, എത്ര നിഷ്ഠൂരനായ മനുഷ്യനായിക്കൊള്ളട്ടെ, എത്ര ദുഷ്ടനായ മനുഷ്യനായിക്കൊള്ളട്ടെ, ഒരാൾക്ക് വേദന വരുമ്പോൾ നമ്മുടെ ഉള്ളം വേദനിക്കണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നിരപ്പായിരിക്കണം. ദൈവത്തോട് നിരപ്പാകുന്നതാണ് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. ക്രിസ്തുവിലാകുക, ടു ബി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാകണം. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിൻ്റെ അവകാശത്തിൽ, ക്രിസ്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ളവർ. നാം ക്രിസ്തുവിനുള്ളവരായിരിക്കണം. നാം ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല സമാധാനത്തോടെ പറയാൻ പറ്റുമോ? ഈ 2 കാര്യങ്ങൾ, ക്രിസ്തുവിനുള്ളവനാണ്, ക്രിസ്തുവിലുള്ളവരാണ് എന്ന് നമ്മെ തന്നെ നമുക്ക് എണ്ണുവാൻ സാധിക്കുന്നുണ്ടോ, കരുതുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, ഞാൻ ക്രിസ്തുവിൽ ഉള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഡയോജനീസ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകനുണ്ടായിരുന്നു. ഡയോജനീസ് വലിയ ചിന്തകനായിരുന്നു. ഏഥൻസിലെ ചിന്തകന്മാരിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. ഡയോജനീസ് ഏഥൻസിലുള്ള ബുദ്ധിജീവികളെ പഠിപ്പിക്കുന്ന ഒരു നല്ല താത്വിക ആചാര്യനായിരുന്നു. ഡയോജനീസിൻ്റെ കാലത്താണ് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പനായ ഫിലിപ്പ് രാജാവ് വാണിരുന്നത്. ഫിലിപ്പ് രാജാവ് വാണിരുന്നത്. ഫിലിപ്പ് രാജാവ് ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ അടുക്കളുള്ള തെരുവിൽ കൂടി ഒരു കുതിരപ്പുറത്ത് കയറി പോവുകയായിരുന്നു. അപ്പോഴുണ്ട് ഈ ഡയോജനീസ് ഒരു ഭാഗത്തിരിക്കുന്നു. ഡയോജനീസ് ഇരുന്ന് അദ്ദേഹം എന്തോ ചെയ്യുന്നു. രാജാവ് നോക്കിയപ്പോൾ അസ്ഥികൾ പരിശോധിക്കുകയാണ്. ഉണങ്ങിയ അസ്ഥികൾ. ഇവിടുന്ന് കിട്ടിയ ഇദ്ദേഹത്തിന് ഈ ഉണങ്ങിയ അസ്ഥികൾ? രാജാവിന് അത്ഭുതം തോന്നി. ഇന്ന് ഈ ഉണങ്ങിയ അസ്ഥികൾ പരിശോധിക്കുന്നത്? എത്രയോ നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ അസ്ഥികൾ എന്തിനാണ് പരിശോധിക്കുന്നത്? രാജാവ് മനസ്സിലായില്ല. ഫിലിപ്പ് രാജാവ് അവിടെ ഇറങ്ങി. ഫിലിപ്പ് രാജാവ് ചോദിച്ചു, അങ്ങ് താത്വിക ആചാര്യനാണല്ലോ, എന്തിനാണ് ഈ അസ്ഥികൾ പരിശോധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നിനല്ല, രാജാവിൻ്റെ അസ്ഥികളും അടിമയുടെ അസ്ഥികളും ഒരുപോലെയാണോ എന്ന് നോക്കിയതാണ്. രാജാവിൻ്റെ അസ്ഥികൾക്കും അടിമയുടെ അസ്ഥികൾക്കും വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയതാണ്. രാജാവ് അമ്പരന്ന് നോക്കി. എന്നിട്ട് എന്ത് മനസ്സിലായി? രാജാവിൻ്റെ അസ്ഥികൾക്കും
അടിമയുടെ അസ്ഥികൾക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഈ കുതിരയുടെ പുറത്ത് കയറി പോകുമ്പോൾ എത്രയോ അടിമകൾ താഴെ വീണ് ഞെരിഞ്ഞ് അവരുന്നുണ്ടാകും. എത്രയോ അടിമകളെ തട്ടി തകർത്തിട്ടാണ് അങ്ങ് പോകുന്നത്. ആര് മരിച്ചാലെന്ത്, ആർക്കും ദോഷം വന്നാലെന്ത്, അങ്ങ് അധികാരമുള്ള ആളല്ലേ, അങ്ങേക്ക് ചെയ്യാം, അടിമകളെ എന്തും ചെയ്യാം. എന്നാൽ ഓർത്തുകൊള്ളണം, അങ്ങയുടെ അസ്ഥികളും ഈ മരിച്ചു വീഴുന്ന അടിമകളുടെ അസ്ഥികളും എല്ലാം ഒന്നുപോലെ തന്നെയാണ്. ഒരു ദിവസം എല്ലാം ഒരുമിച്ച് കിടക്കും, ഒരുമിച്ച്. രാജാവ് പിന്നെയും നോക്കി നിന്നു. ഡയോനീസ് പറഞ്ഞു, രാജാവേ, ഒരു ദിവസം രാജാവേ, അങ്ങും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും, അടിമയും കടന്നു പോകും. കടന്നു ചെല്ലുന്നത് അപ്പോഴാണ് അറിയുന്നത്, നിങ്ങൾ മൂലം എത്രയോ പേര് ആ അടിമത്തത്തിൽ ഞെരിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. രാജാവ് ഈറിനണിഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് രാജാവ് ആ കുതിരപ്പുറത്ത് കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം നിലവാരത്തിൽ ജീവിച്ചവനാണെങ്കിലും മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തെ നേടുമ്പോൾ തുല്യനാണ്, മാറ്റമില്ല. മരണമെന്ന ഒരു യാഥാർത്ഥ്യം നേടുമ്പോൾ എത്ര പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഒന്നുപോലെ, എത്ര അഭ്യസ്തവിദ്യനാണെങ്കിലും നിരക്ഷരകുഷിയാണെങ്കിലും ഒന്നുപോലെ, എത്ര പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഒരുപോലെ, എത്ര സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരുപോലെ. മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ എല്ലാവരും ഒരുപോലെ. ഈ ഭൂമിയിൽ ജീവിച്ച കാലങ്ങൾ എങ്ങനെയായിരുന്നു, അത് അപ്പോഴാണ് നിർണ്ണയിക്കപ്പെടുന്നത്. എങ്ങനെയായിരുന്നു? ദൈവത്തോടുള്ള നിരപ്പിലാണോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ഫിലിപ്പ് രാജാവിൻ്റെ മകനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹം മരണത്തെക്കുറിച്ച് ചിന്തിച്ചൊരു മനുഷ്യനാണ്. അലക്സാണ്ടർ മരണത്തെ അതിജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. പക്ഷേ 33-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. 33-ാമത്തെ വയസ്സിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനാണ് അദ്ദേഹം ഒരുങ്ങിയത്. ലോകം മുഴുവൻ തൻ്റെ സാമ്രാജ്യത്തിൽ ചേർക്കാനാണ് അദ്ദേഹം ഒരുങ്ങിയത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ജൈത്രയാത്രയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യത്തിൽ തന്നെ അദ്ദേഹം രോഗിയായി തീർന്നു. അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നും അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. പക്ഷേ അലക്സാണ്ടർ മരിച്ചു, മണ്ണടിഞ്ഞു. ഓരോരുത്തർ മഹാന്മാർ കടന്നുപോയി. ഓരോരുത്തർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. നാമും മാറ്റപ്പെടും. അതിനു മുൻപ് നാം ക്രിസ്തുവിലായിരിക്കണം. നാം ക്രിസ്തുവിനുള്ളവരായിരിക്കണം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ നാം ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ക്രിസ്തുവിനുള്ളവരുടെ നിരയിൽ നാം ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്തവികതയുണ്ട്, ഒരു സത്യമുണ്ട്. ഞാനും നിങ്ങളും ആ ഒരു നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ദിവസം കടന്നു പോകും. എന്നാൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കണം. അന്ന് വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ 10, 70, 80 അല്ല അതിൽ കൂടുതലോ കുറവോ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും ഒന്നും പ്രയോജനപ്പെടുകയില്ല. വെറും താൽക്കാലികമായ ജീവിതം. പ്രതാപ ഐശ്വര്യങ്ങളിൽ പരിലസിക്കുന്നതായ ഒരു കാലമുണ്ട്, ശരിയാണ്. പ്രതാപമുണ്ട്, ഐശ്വര്യമുണ്ട്. അനേകരും തൊഴുതു വണങ്ങുന്ന കാലമുണ്ട്. അനേകർ എന്തും പറയുന്നതെന്തും ചെയ്തു തരാൻ താല്പര്യത്തോടെ വിനയത്തോടെ നിൽക്കുന്ന ആളുകളുണ്ട്, ശരിയാണ്. ഇതെല്ലാം വെറും താൽക്കാലികം. ഇന്ന് പലരും നമ്മെ നോക്കി കൈകൂപ്പും. ചിലർ നാം വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, ചിലർ വളരെ വിനയപൂർവ്വം നിൽക്കും, ചിലർ വളരെ ഭയഭക്തിയോടെ ബഹുമാനത്തോടെ നിൽക്കും, ശരിയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ അതിനു മുൻപ് ക്രിസ്തുവിൽ ആകണം. ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാകണം. ഞാൻ ക്രിസ്തുവിനുള്ളവനായി തീരണം. ക്രിസ്തുവിനുള്ളവർ വിശുദ്ധന്മാരുടെ നിരയിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിലുള്ളവർ വിശുദ്ധന്മാരുടെ നിരയിൽ ഉയർത്തെഴുന്നേൽക്കും. 2 കാര്യം പറഞ്ഞു. ക്രിസ്തുവിലുള്ളവർ. മൂന്നാമത്തേത്, കാത്തിരിക്കുന്നവർ വിശുദ്ധന്മാരുടെ നിരയിൽ പ്രത്യക്ഷപ്പെടും, വിശുദ്ധന്മാരുടെ നിരയിൽ ചേരും. കാത്തിരിക്കുന്നവർ വിശുദ്ധന്മാരുടെ നിരയിൽ ഉയർത്തെഴുന്നേൽക്കും. വായിക്കാം, എബ്രായ ലേഖനം 9-ാം അധ്യായം അവസാനത്തെ വാക്യം വായിക്കാം. ഒരിക്കൽ മരിക്കുകയും. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് അവൻ വരുന്നത്. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാരുണ്ട്? തൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാരുണ്ട്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ, അത്യന്തം ഉത്സാഹത്തോടെ, പ്രസരിപ്പോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? നമ്മിൽ പലരും ഇതെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും നാം കേട്ട് വിട്ടുകളയുകയാണ്. ഒരിക്കലും കേട്ട് വിട്ടുകളയരുത്. നമ്മുടെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറുചെവിയിൽ കൂടി പോകേണ്ട കാര്യങ്ങളല്ല ഇത്.
നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതാണ്. ഒരു ദിവസം ഈ ഭൂമിയിൽ നാം കടന്നു പോകും എന്ന കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന, വിശുദ്ധന്മാരായി കടന്നുപോയവർ, നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസത്തിൽ ഞാനും പ്രിയപ്പെട്ടവരെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് ആ സമൂഹത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടേണ്ടവരാണ്. നാം പറന്ന് ഉയരേണ്ടവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതായിരിക്കണം. കാത്തു നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധന്മാരുടെ നിരയിൽ പാപികൾ അവിടെ തന്നെ കിടക്കും. മാനസാന്തരപ്പെടാത്തവർ കല്ലറയിൽ തന്നെ കിടക്കും. മാനസാന്തരപ്പെടാത്തവർ ശവക്കുഴിയിൽ തന്നെ കിടക്കും. എന്നാൽ മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം അനുഭവിച്ച്, വീണ്ടെടുപ്പ് അനുഭവിച്ച്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ടവർ, അവർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് അവർ കാത്തിരിക്കുന്നവരായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, കാത്തിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. കാത്തിരിക്കുന്നവർ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് തനിക്ക് വേണ്ടി ആരെല്ലാം കാത്തിരിക്കുന്നുവോ അവരെ മഹോന്നതങ്ങളിലേക്ക് സ്വീകരിക്കാനാണ്, സ്വർഗീയ സമാധാനത്തിലേക്ക് സ്വീകരിക്കാനാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം നാം കടന്നു പോകുമ്പോൾ കർത്താവായ യേശുവിൻ്റെ വരവിങ്കൽ ഞാൻ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോട് പ്രത്യാശയോട് കടന്നു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ യാഥാർത്ഥ്യത്തെ നാം നേരിടുകയാണ്. യാഥാർത്ഥ്യം ഇതാണ്: യേശു വരും, യേശു വീണ്ടും വരും. യേശുവിൻ്റെ പുനരാഗമനം, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. ദൈവത്തിന് സ്തോത്രം. ആവർത്തിച്ച് ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, കർത്താവ് അവിടുന്ന് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് കർത്താവായ യേശു വീണ്ടും വരുന്നുവെങ്കിൽ, യേശു ക്രിസ്തു വീണ്ടും വരുന്നുവെങ്കിൽ, നാം ഇപ്പോൾ ജീവനോടുകൂടി ഇരിക്കുകയാണ്. ഈ സമയത്ത് യേശു ക്രിസ്തു വീണ്ടും വരുന്നുവെങ്കിൽ നമ്മിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നവർ മാത്രം, യേശുക്രിസ്തുവുമായി നിരപ്പായിരിക്കുന്നവർ മാത്രം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധരായി തീർന്നവർ മാത്രം, അവർ മാത്രം പറന്നുയരും. അല്ലാത്തവരെല്ലാം ഇവിടെ ശേഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഏതോ ഒരു വലിയ ഇടിശബ്ദം പോലെ തോന്നും, ഏതോ വലിയ ഭൂകമ്പം പോലെ തോന്നും, എന്തോ വലിയ ഭീകരമായ ശബ്ദങ്ങൾ മുഴങ്ങും. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഭൂമി കുലുക്കമാണോ അതോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അത്ഭുതങ്ങളാണോ? ആളുകൾക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ പിന്നെ ചിലരെ കാണുകയില്ല. ഓർക്കുക, അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ കാണുമോ? യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന ആ നീതിമാന്മാരുടെ കൂട്ടത്തിൽ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ, രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ ഞാൻ കാണുമോ? രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത്ര പിടിച്ചൊന്നും വരികയില്ല, അത്ര സന്തോഷമായി വരികയില്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ ആർക്ക് കഴിയുമെന്നാണ് അവർ ചോദിക്കുന്നത്. രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ ആർക്ക് കഴിയും? രക്ഷ പൂർണ്ണമായ കാര്യമല്ലത്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് ആൾ ഒരു പാവമില്ലാത്തവനെന്നല്ല അതിൻ്റെ അർത്ഥം. വന്നുപോയ പാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു. പക്ഷേ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടെങ്കിലും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരവരുടെ രക്തത്തിൽ പാപത്തിൻ്റെ പ്രവണതയുണ്ട്, പാപത്തിൻ്റെ സ്വഭാവമുണ്ട്. ലംഘനങ്ങൾ ക്ഷമിച്ച് കിട്ടി, പക്ഷേ പാവം മറിച്ച് കിട്ടിയിട്ടേ ഉള്ളൂ. ആരും പെർഫെക്റ്റ് അല്ല, ആരും പൂർണ്ണരല്ല, ആരും പാപത്തിന് അതീതരല്ല, പാപം ചെയ്യാൻ പറ്റാത്തവരല്ല. പാപം ചെയ്യാവുന്നവർ തന്നെയാണ് നാം എല്ലാവരും. എന്നാൽ മനസ്സറിഞ്ഞൊരു പാപം ചെയ്യുകയില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. മനസ്സറിഞ്ഞൊരു തെറ്റ് വരികയില്ല എന്ന് നമുക്ക് നല്ല കനത്ത ബോധ്യമുണ്ട്. എന്നാൽ നാം അറിയാതെ ചിലപ്പോൾ ചില പാപങ്ങൾ പൊന്തി വരും. കാരണം രക്തത്തിൽ പാവമുണ്ട്, പാവത്തിൻ്റെ വിത്ത് അവിടെ കിടപ്പുണ്ട്, പാവത്തിൻ്റെ പ്രവണതയോടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തക്ക സാഹചര്യം വരുമ്പോൾ നാം ചിലപ്പോൾ കോപിച്ചു എന്ന് വരും, ചിലപ്പോൾ മുഷിഞ്ഞു വരും, ചിലപ്പോൾ ഹൃദയത്തിൽ ഈർഷ്യയോ അല്ലെങ്കിൽ കലക്കമോ ഉണ്ടായി വരും, ചിലപ്പോൾ നിരാശയോ പരിഭവമോ വന്നു വരും, ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു ഉരുക്കമോ അല്ലെങ്കിൽ ഞെരുക്കമോ വന്നു വരും. സ്വാഭാവികമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ അയ്യോ കർത്താവെ, പാപത്തിൻ്റെ വിത്ത് എന്നിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് വന്നത്, കർത്താവെ ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ വേണ്ടി ഉടമ്പടി എടുക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാകണം നാം. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ കർത്താവിൻ്റെ വരവെങ്കിൽ പറന്നു വരും. യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു.
പിതാക്കന്മാരും നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞല്ലോ, ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും. ഇതെല്ലാം നാം കേട്ടിട്ടുള്ളതാണ്, നാം പറഞ്ഞിട്ടുള്ളതാണ്, നാം അനുദിനം ചൊല്ലുന്നതാണ്. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവൻ. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവായ യേശു വീണ്ടും വരും, മഹത്വത്തോടെ എഴുന്നള്ളി വരും, തേജോമയനായി എഴുന്നള്ളി വരും. മുൾമുടിയേറ്റ് കടന്നുപോയവൻ രാജകിരീടം ചുടങ്ങി മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. മുൾമുടിയേറ്റ് കടന്നുപോയി, അടിയേറ്റ് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. തുപ്പലേറ്റ് കടന്നുപോയി, കുരിശും വഹിച്ച് കടന്നുപോയി, കുരിശിൽ പെടഞ്ഞ് മരിച്ച് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. യാതനയേറ്റ് കടന്നുപോയി, കഷ്ടതയേറ്റ് കടന്നുപോയി. ആ കുരിശിലെ ആ യാഗത്തിൻ്റെ ഭയാനകമായ വേദനയിൽ പെടഞ്ഞ് കർത്താവ് യേശു അങ്ങ് വേദനയിൽ പ്രയാസപ്പെട്ട് വേദനിച്ച് കരഞ്ഞ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. കർത്താവ് ഒടുക്കം കരഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ രാജകിരീടം ചൂടി രാജാധിരാജൻ വീണ്ടും വരും. അവിടുന്ന് മഹത്വത്തിൻ്റെ തേജോമയനമായ പ്രത്യക്ഷതയോടെ വീണ്ടും വരും. അവിടുന്ന് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും പ്രത്യക്ഷനാകും. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവേ, എനിക്ക് ഇനിയുള്ള ആയുസ്സിൽ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. യേശുവിലുള്ളവനായി കാത്തിരിക്കണം. യേശുവിലുള്ളവനായി കാത്തിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനായി എനിക്ക് ഇനിയുള്ള ദിവസങ്ങൾ കർത്താവേ നിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പാവത്തോട് യാത്ര പറയാൻ തോന്നുന്നുണ്ടോ? പാവമില്ലാത്ത ജീവിതം നയിക്കാൻ തോന്നുന്നുണ്ടോ? ആ തിരക്തത്താൽ കഴിവ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ രക്തം, പ്രിയപ്പെട്ടവരെ, പാപിയെ വീണ്ടെടുക്കുന്ന രക്തം, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന രക്തം, ഏത് മഹാഭാവിയെയും രൂപാന്തരപ്പെടുത്തുന്ന രക്തം, ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കി മാറ്റുന്ന രക്തം, ഏത് നീതികെട്ടവനെയും നീതിമാനാക്കുന്ന രക്തം. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന കുരിശിൽ രക്തം ചൊരിഞ്ഞ കർത്താവായ യേശുവിൻ്റെ ആ പുണ്യ നിണം. ദൈവത്തിന് സ്തോത്രം. ആ തിരക്തം നിങ്ങൾ സമീപിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ആ തിരക്തം നിങ്ങളുടെ തലമേൽ വയ്ക്കുവാൻ, ആ തിരക്തം നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടുവാൻ യേശുവിന് മനസ്സാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വിനയപ്പെടാം. കർത്താവേ, ഇനിയുള്ള കാലം ഇതുവരെ ജീവിച്ചതുപോലെ ആവില്ല. ഐ വിൽ നെവർ ബി ദ സെയിം. പഴയതുപോലെ ആയിരിക്കുകയില്ല. കർത്താവേ, ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. തീർച്ചയായും ഇനിയുള്ള കാലം ഞാൻ യേശുവിൻ്റെ വകയായി ജീവിക്കും. യേശുവിൻ്റെ നിരപ്പുള്ളവനായി ജീവിക്കും. യേശുവിൽ ഞാൻ ജീവിക്കും. യേശു ക്രിസ്തുവിൽ ഞാൻ ജീവിക്കും. യേശു ക്രിസ്തുവിനുള്ളവനായി ഞാൻ ജീവിക്കും. യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. കർത്താവേ, നാഥാദിൻ രണ്ടാമത്തെ വരവിൽ എന്നെ കൂടെ നീ ചേർത്ത് കൊള്ളണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിൻ്റെ മഹത്വമുള്ള വചനങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട നിൻ്റെ ഈ പ്രിയമക്കളെല്ലാവരെയും നാഥ അവിടെ തൊടണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.